മാർച്ചിൽ എൻ്റെ ഭാര്യയും ഞാനിവിടെ വന്ന് ഉടമ്പടി വയ്ക്കുകയും ഞങ്ങളുടെ കുറേ മക്കളുടെയും ഞങ്ങളുടെ മറ്റ് കുടുംബാംഗങ്ങളുടെയും കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടി വയ്ക്കുകയും അതെല്ലാം തന്നെ ഞങ്ങൾക്ക് ഓരോ തവണയും പുതുക്കുമ്പോൾ 3 പ്രാവശ്യം ഞങ്ങൾ ഉടമ്പടി പുതുക്കിയിരുന്നു, ഭാര്യ പുതുക്കിയിരുന്നു. ആ സമയത്തെല്ലാം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും തന്നെ നടന്നു കിട്ടിയിരുന്നു. അത് ഞാൻ മാതാവിനോടും യേശുനാഥനോടും നന്ദി പറയുന്നു ഈ അവസരത്തിൽ. അങ്ങനെ ഇരിക്കെ 2020 ഏപ്രിലിൽ എനിക്കിങ്ങനെ പൈൽസിൻ്റെ രോഗലക്ഷണമായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് തന്നെ ഒരു ഡയഗ്നോസിസ് ഞാൻ പറഞ്ഞിട്ട് ഡോക്ടർ എന്നെ നിർബന്ധപൂർവ്വം ഒരു ഡയഗ്നോസിസ് ചെയ്തപ്പോൾ എനിക്ക് റെസ്റ്റം സി ഇനീഷ്യൽ സ്റ്റേജ് ആണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അത് ഡോക്ടർ പറഞ്ഞ് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല, വളരെ വളരെ ഏർലി സ്റ്റേജാണ്. പക്ഷേ വളരെ അത്ഭുതകരമായിട്ടാണത് വളരെ ഈ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ സാധിച്ചത് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിട്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് വളരെ സമയമെടുത്ത് ഏതെങ്കിലും സമയത്ത് സർജറി ചെയ്തോളാൻ പറഞ്ഞെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ സർജറി ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി ആ സർജറി മെയ് 5-ാം തീയതി ചെയ്യുകയും ചെയ്തു. അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും ഓൺലൈനായിട്ട്, അന്നിവിടെ ലോക്ക്ഡൗൺ ആയ കാരണം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള സൗകര്യമില്ലായിരുന്നു. അപ്പോൾ ഓൺലൈനായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുക. ഉടമ്പടിക്കകത്ത് 6 നിയോഗങ്ങൾ പ്രധാന നിയോഗമായിട്ട് ഞാൻ വെച്ചത് എൻ്റെ സർജറി എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ എൻ്റെ 60 വയസ്സുകളിൽ ഇതുവരെ ഞാൻ സർജറി എന്ന് പറയുന്നതിൽ വളരെ ഭയപ്പെടുന്ന ഒരാളാണ്. ഒരു സർജറി പോലും എനിക്ക് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ സർജറിയെ ഫേസ് ചെയ്യാൻ എനിക്ക് ഭയമായിരുന്നു. അപ്പോൾ ആ ഭയം മാറണമെന്നും ആ സർജറി ചെയ്ത് എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കണമെന്നും ഞാൻ മെയിനായിട്ടൊരു നിയോഗം വെക്കുകയും ബാക്കി മറ്റ് നിയോഗങ്ങളോട് വെച്ചിരുന്നു. ഇങ്ങനെ സർജറി ചെയ്തു. സർജറി വഴി വളരെ കീഹോൾ സർജറി ആയിരുന്നു, യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ലാതെ സർജറി പൂർത്തിയായെങ്കിലും സർജറി കഴിഞ്ഞ് എൻ്റെ ബോധം വീണ് കഴിഞ്ഞ് ഉടനെ തന്നെ ഡോക്ടേഴ്സിൻ്റെ ഒരു സംഘം വന്ന് എന്നോടൊന്ന് പറഞ്ഞത് സർജറി കുഴപ്പമൊന്നുമില്ല, എങ്കിലും അത് വീണ്ടും അതിന് ചെറിയൊരു കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ വരുവാണ് വീണ്ടും ഒരു സർജറി വേണ്ടി വരും എന്ന് പറഞ്ഞത്. സത്യത്തിൽ ഞാൻ ആ ബെഡിൽ കിടന്നതിനെ വളരെയധികം എന്നെ ബുദ്ധിമുട്ടിച്ച് വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ മാതാവിനോടും യേശുനാഥനോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വീണ്ടും ഒരു സർജറി കൂടാതെ തന്നെ എനിക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാൻ എനിക്ക് ഒരു അവസരം തരണം, എനിക്ക് നല്ല അനുഗ്രഹം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. 4 ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്യാം. വളരെ ചെറിയൊരു കീഹോൾ സർജറിയാണെന്ന് പറഞ്ഞെടുത്ത് 12 ദിവസത്തിന് ശേഷമാണ് എനിക്ക് ഡിസ്ചാർജ് ചെയ്യാൻ സാധിച്ചത്. എന്തായാലും ആ ഇൻഫെക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞതും വീണ്ടും സർജറി വേണമെന്ന് പറഞ്ഞതും ഇല്ലാതെ അത് മാറിപ്പോയി. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വന്നെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു നേരിയ പനിയും ഇൻഫെക്ഷനുമായിട്ട് വീണ്ടും ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും അഡ്മിറ്റ് ചെയ്യേണ്ടി വരികയും അങ്ങനെ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ വീണ്ടും ഒരു സർജറി വേണ്ടി വരും. ആ സർജറി എന്ന് പറയുമ്പം അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുമായിരുന്നു. അത് കൊളോസ്റ്റോമി എന്ന് പറഞ്ഞ ഒരു സർജറിയാണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും എനിക്ക് അതില്ലാതെ തന്നെ സൗഖ്യമാകണം എന്ന് മാത്രമേ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. അത് വീണ്ടും CT സ്കാൻ ചെയ്തപ്പോഴത്തേനും വലിയ കാര്യമായ കുഴപ്പമില്ലെന്നും ലീക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞിടത്ത് ചെറിയ എയർ ലീക്ക് മാത്രമേ ഉള്ളൂ, ആൻറ്റിബയോട്ടിക് കൊണ്ട് സൗഖ്യമായിക്കോളൂ എന്ന് പറഞ്ഞു. എന്തായാലും 4 ദിവസം ഹോസ്പിറ്റലിൽ ആൻറ്റിബയോട്ടിക് കഴിക്കും, അതിന് ശേഷം ബാക്കി 4 ദിവസം വീട്ടിൽ വന്ന് ആൻറ്റിബയോട്ടിക് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് പൂർണ്ണമായും ആ ലീക്ക് ഉണ്ടായ ഭാഗം അത് ഹീലാവുകയും കുഴപ്പമൊന്നും കൂടാതെ തന്നെ വന്നു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, ഇതുവരെ എനിക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പമൊന്നുമില്ല. എൻ്റെ ആരോഗ്യം ഓരോ പടിപടിയായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് എൻ്റെ വെയിറ്റ് 55 കിലോ വന്നൊരു സ്ഥാനത്ത് എൻ്റെ പഴയ വെയിറ്റിലേക്ക് തന്നെ 65 കിലോ കഴിഞ്ഞ ദിവസം ഡയഗ്നോസ് ചെയ്തപ്പോൾ വന്ന് എനിക്ക് പൂർണ്ണ ആരോഗ്യം ലഭിച്ചുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്ക് അനുഗ്രഹം നേടിത്തന്ന യേശുനാഥനോടും മാതാവിനോടും ഞാൻ ഈ അവസരത്തിൽ ഈ ആൾക്കാർക്ക് മുമ്പിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം എനിക്ക് അതിനിടയിൽ കിട്ടിയ 1-2 കാര്യങ്ങളുണ്ട്. എനിക്ക് മാതാവിൻ്റെ ഒരു ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഞാൻ വളരെയധികം വേദന അനുഭവിച്ചിരുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. എനിക്കൊരു മെസ്സേജ് ഈ അസുഖത്തിനൊരു മെസ്സേജ് എനിക്ക് തരണം. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച ആ ദിവസം രാത്രിയിൽ ഒരു 3 മണിയായപ്പോൾ എനിക്ക് മാതാവിൻ്റെ രൂപം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട 3 സ്ഥലത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 3 സ്ഥലത്തായിട്ട് നിന്നിട്ട് എൻ്റെ നേരെ കൈ ഉയർത്തി, ഡോണ്ട് വറി,
ഡോണ്ട് വറി. ഇങ്ങനെ 3 പ്രാവശ്യം കൈ ഉയർത്തി കൈ കൊണ്ടിങ്ങനെ എന്നെ അനുഗ്രഹിച്ചിട്ട് മറിഞ്ഞു പോയി. ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം മുതലാണ് എനിക്ക് ഡോക്ടർ തന്നെ പറഞ്ഞു തുടങ്ങിയത് കുഴപ്പമില്ല, ഡോക്ടർ എപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ് കുഴപ്പമില്ല, ഹീലായി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ദർശനം ലഭിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ കിടന്നൊരു വലിയ അലർജി ഉണ്ടായി. അലർജി കണ്ടുപിടിക്കാനായിട്ട് ഡോക്ടേഴ്സിന് സാധിച്ചില്ല. അവർ മരുന്ന് തന്നുകൊണ്ടിരുന്നു, അലർജി കൂടിക്കൊണ്ടിരുന്നു. പക്ഷേ വളരെ അത്ഭുതകരമായ രീതിയിൽ എൻ്റെ വൈഫിന് ലഭിച്ച ഒരു ഉൾക്കാഴ്ച, ഇന്നതാണ് ഒരു പ്രോബ്ലം എന്ന് എൻ്റെ വൈഫിന് ഒരു തോന്നൽ കിട്ടി. അതാണ് വേറൊന്നുമല്ല, ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നിരുന്ന ബെഡ്ഷീറ്റായിരുന്നു. അപ്പോൾ ആ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി നോക്കാൻ ഡോക്ടറോട് പിറ്റേ ദിവസം പറഞ്ഞു. എന്താണ് അങ്ങനെ തോന്നാമെന്ന് കാരണം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു തോന്നൽ വന്നു, ഇതൊന്ന് മാറ്റി നോക്കി. എന്തായാലും ഡോക്ടർ ഇതിൽ താല്പര്യമില്ലാതെ അയാൾ ബെഡ്ഷീറ്റ് മാറ്റാൻ പറഞ്ഞു. ഞാനിവിടെ നിന്ന് ഡ്രസ്സുകളും മാറ്റി. പിറ്റേ ദിവസം തൊട്ട് തന്നെ അത് പൂർണ്ണമായി ഗ്രാജുവലായിട്ട് കുറഞ്ഞ് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചു. ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ അലർജി ആ ഡ്രസ്സിൻ്റെ ഇതിൻ്റെ ഡിറ്റർജൻറ്റിൽ നിന്ന് ലഭിച്ച അലർജിയാണ്. അത് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയും പിറ്റേ തവണ ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഇതേപോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ബെഡ്ഷീറ്റും ഡ്രസ്സുമാണ് ഉപയോഗിക്കാനായിട്ട് അവർ അനുവദിച്ചത്. അതുകൊണ്ട് വീണ്ടും അതുണ്ടായില്ല. അപ്പോൾ അങ്ങനെയും ഒരു അനുഗ്രഹം കൂടി ലഭിച്ചു. അപ്പോൾ എനിക്ക് ലഭിച്ച ഈ 3 അനുഗ്രഹങ്ങൾക്കും അത്ഭുതങ്ങൾക്കും ഞാൻ ഈ അവസരത്തിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. യേശുനാഥന് നന്ദി, മാതാവിനോടും എനിക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച എനിക്ക് അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിച്ച മാതാവിനോടും നന്ദി. യേശുവെ നന്ദി, ദൈവമേ നന്ദി. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ് ഏറ്റുമാരിൽ നിന്ന് വന്ന സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ വൈഫ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് സിയർ റെക്ടം ഇനീഷ്യൽ സ്റ്റേജിൽ ഉള്ള ക്യാൻസർ, റെക്റ്റത്തിൽ ക്യാൻസറാണെന്ന് അത് ആരംഭദശയിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചു. കാരണം നമുക്കറിയാം ഉടമ്പടി എന്ന് പറയുന്നത് ദൈവിക സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു തകർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യമേ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ സഹോദരൻ ചെയ്തത്, അന്ന് കൃപാസനം ലോക്ക്ഡൗൺ സമയത്ത് അടച്ചിട്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷേ അമ്മ നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ വാതിലായിരുന്നു ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥന. അപ്പോൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഈ സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഈ സർജറി കോംപ്ലിക്കേഷനൊന്നും കൂടാതെ വിജയിച്ചല്ല, ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് നേർന്നു. ഇപ്പോൾ സംഭവിച്ച കാര്യം നമ്മൾ വ്യക്തമായി കേട്ടു. ഒത്തിരി ഈ സർജറി കഴിഞ്ഞിട്ടും ലീക്കേജ് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ കൊളോസ്റ്റമിയുടെ സാധ്യതകൾ ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിലും ഓൺലൈൻ ഉടമ്പടിയിൽ വിശ്വസ്താപൂർവ്വം മുന്നേറി എന്നുള്ള ഒറ്റ കാരണത്താൽ പരിശുദ്ധ അമ്മ തന്നെ പ്രത്യക്ഷ ദർശനം കൊടുക്കുകയും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഡോണ്ട് വറി എന്ന് കൈ ഉയർത്തി പരിശുദ്ധ അമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ട് ഈ മകനോട് സംസാരിക്കുകയും തുടർന്ന് പൂർണ്ണ സൗഖ്യം കിട്ടുകയും ചെയ്തു. ഇപ്പോൾ സർജറിയുടെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? മൈക്കടുപ്പിച്ചു പറഞ്ഞേ. ഒന്നുമില്ല, പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു. പഴയതിനെ പോലെ തന്നെ എനിക്ക് എല്ലാ വിധത്തിലുള്ള ജോലികളും ചെയ്യാൻ ഒരു കുഴപ്പമില്ല. വലിയൊരു സർജറിക്ക് വിധേയമായിട്ടും യാതൊരു പ്രശ്നവും ഇല്ലെങ്കിലും ഇപ്പോൾ നോർമലായിട്ട്